പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് വി.പി. ജയരാജനും ഡിവൈഎഫ്ഐയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് എം.എ. ബേബിയും സഖാവ് എസ്. രാമചന്ദ്രൻ പിള്ളയും ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ ജനറൽ സെക്രട്ടറി ഹിമാങ്കന ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഒട്ടേറെ നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരാണ്. സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ സന്നിഹിതരാണ്. ഈ ട്രയൽ ചങ്ങല മനുഷ്യച്ചങ്ങലയ്ക്ക് മുന്നോടിയായിട്ടാണ് ഈ വേദിയിൽ മനുഷ്യച്ചങ്ങല തീർക്കാൻ പ്രമുഖ നേതാക്കന്മാർ എത്തുന്നത്. 5 മണിക്കായിരിക്കും. ഇപ്പോൾ ഈ ട്രയൽ ചങ്ങല തീർക്കുന്നതിന് വേണ്ടി വോളണ്ടിയർമാർ സൗകര്യം ചെയ്യേണ്ടതാണ്. ഇടതുവശത്തോട് ചേർന്ന് കണ്ണി പൊട്ടാതെ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകണം എന്നറിയിക്കുകയാണ്. നേതാക്കന്മാർ അണിചേരുന്നു. ഫെഡറലിസത്തെ അട്ടിമറിക്കാനും BJP ഇതര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാനും ശ്രമിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായ കനത്ത താക്കീതായി രാജ്യത്തെ രൂക്ഷമാക്കുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെ, റെയിൽവേ അവഗണനയ്ക്കെതിരെ, കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനെതിരായ ശക്തിമത്തായ പ്രതിഷേധമായി മനുഷ്യച്ചങ്ങല കൃത്യം 5 മണിക്ക് തന്നെ സംഘടിപ്പിക്കുകയാണ്. രാജ്യത്തെ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങളുടെ സമാദരണീയരായ ഒട്ടേറെ നേതാക്കന്മാർ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാവുകയാണ്. കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാവുകയാണ്. വേദിയിലേക്ക് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകുന്നതിന് വേണ്ടി എത്തിയ നേതാക്കന്മാരെ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ക്ഷണിക്കുകയാണ്.
മനുഷ്യച്ചങ്ങലയ്ക്ക് എത്തിച്ചേർന്ന നിരവധി സഖാക്കൾ റോഡിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ ഒഴികെയുള്ള വലതുവശത്ത് നിൽക്കുന്ന സഖാക്കളും ഈ ഇടതുവശത്ത് ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാജ്ഭവന് മുൻ മുതൽ കാസർഗോഡ് വരെയും ഇടതുവശത്താണ് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. മാധ്യമ പ്രവർത്തകർക്ക് ഒഴികെയുള്ള മറ്റ് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകാൻ എത്തിയ സഖാക്കൾ ഇടതുവശത്തേക്ക് ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേദിയുടെ വലതുവശത്ത് നിൽക്കുന്ന സഖാക്കളും റോഡിനപ്പുറത്ത് ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകാൻ എത്തിയ സഖാക്കളും ഉൾപ്പെടെ ഇടതുവശത്തേക്ക് ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമപ്രവർത്തകരൊഴികെയുള്ള മുഴുവൻ പേരും ആരും തന്നെ ഈ തീർച്ചയായിട്ടും രാജ്യത്ത് ഉയരുന്ന ഈ പ്രക്ഷോഭത്തോട് ഇതൊരു മനുഷ്യ ചങ്ങല എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യ മതിലും മനുഷ്യ കോട്ടയുമായി മാറുന്ന വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ സഖാക്കളും ഇടതുവശത്തേക്ക് ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകണം എന്ന് അറിയിക്കുകയാണ്. ഹലോ 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 ഹലോ
രണ്ടുപേരും കവിത. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്ര മുഹൂർത്തത്തിൽ നമുക്ക് വേണ്ടി അവനവന് വേണ്ടിയല്ലാതെ അവരെന്നെ ചുടു രക്തമൂറ്റി കുലം വിട്ടുപോയ രക്തസാക്ഷികളെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ രക്തസാക്ഷി എന്ന കവിതയിലെ കുറച്ച് വരികൾ ചൊല്ലുന്നു. രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടു രക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും നേരിനു വേണ്ടി നിതാന്തം ഒരാദർശ വേരിനു വെള്ളവും വളവുമായി ഊറിയോൻ. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ശലഭവർണ്ണ കനവു നിറയുന്ന യൗവനം ബലി നൽകി പുലരുവോൻ രക്തസാക്ഷി. ശലഭവർണ്ണ കനവു നിറയുന്ന യൗവനം ബലി നൽകി പുലരുവോൻ രക്തസാക്ഷി. അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടമേ രക്തസാക്ഷി. അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്കെത്തുന്ന കൊള്ളിയാൻ വെട്ടമേ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. രക്തം നനച്ചു മഹാകൽപവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ. രക്തം നനച്ചു മഹാകൽപവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ. അവഗണന, അടിമത്തം, അപകർഷ ജീവിതം, അധികാരം, അധിനിവേശം. അവഗണന, അടിമത്തം, അപകർഷ ജീവിതം, അധികാരം, അധിനിവേശം. എവിടെ ഈ പ്രതിമാനുഷ ധൂമമുയരുന്നതവിടെ കൊടും കാറ്റു രക്തസാക്ഷി. തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി.
രക്തസാക്ഷി. ഒരിടത്തവനു പേർ ചെഗ്വാര എന്നെങ്കിൽ ഒരിടത്തവനു ഭഗത് സിംഗ് പേർ. ഒരിടത്തവനു പേർ ചെഗ്വാര എന്നെങ്കിൽ ഒരിടത്തവനു ഭഗത് സിംഗ് പേർ. ഒരിടത്തവൻ യേശുദേവനെന്നാണ്, വേറൊരിടത്തവനു മഹാഗാന്ധി പേർ. 1000 പേരാണവനു ചരിത്രത്തിൽ, 1000 നാവവനക്കാലവും. 1000 പേരാണവനു ചരിത്രത്തിൽ, 1000 നാവവനക്കാലവും. രക്തസാക്ഷി രക്തസാക്ഷി നീ മഹാപർവതം, കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ. രക്തസാക്ഷി നീ മഹാസാഗരം, എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ. രക്തസാക്ഷി നീ മഹാസാഗരം, എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പു നീ. അവനവനു വേണ്ടി അല്ലാതെ അപരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. അഭിവാദ്യങ്ങൾ. സഖാക്കളെ, ഈ ഐതിഹാസിക മനുഷ്യച്ചങ്ങലയിൽ, കേരളത്തിൻ്റെ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും റോഡിന് ഇടതുവശത്തേക്ക് മാറി നിന്ന് ചങ്ങലയുടെ ഭാഗമാവണം. നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഈ ചങ്ങല ഒരു മതിലായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യം 5 മണിക്ക് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് VK സനോജ് പ്രതിജ്ഞ ചൊല്ലും. ആ പ്രതിജ്ഞ ഏറ്റുചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ചങ്ങല പിടിക്കുന്നത്. അതിനുശേഷമാണ് ഇവിടെ പൊതുയോഗം നടക്കുന്നത്. പൊതുയോഗത്തിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദ മാസ്റ്റർ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ MA ബേബി സഖാവ്, SRP, EP ജയരാജൻ തുടങ്ങിയ പ്രഗത്ഭർ ഇവിടെയുണ്ട്. പൊതുയോഗ സ്ഥലത്തേക്ക് ചങ്ങല പിടിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ടേക്ക് പ്രകടനമായി കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനുള്ള ക്രമീകരണം വോളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇടതുവശത്തേക്കാണ് നമ്മുടെ ചങ്ങലയുടെ ഭാഗമായി വന്നവർ അണിനിരക്കേണ്ടത്. ഇടതുവശത്തേക്ക് മാറി നിൽക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്ത മനുഷ്യച്ചങ്ങല ഇന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ രാജ്ഭവൻ വരെ അണമുറിയാത്ത മനുഷ്യപ്രവാഹമായി അതൊരു മനുഷ്യ മതിലായി തീർന്നിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ നേരത്തെ പ്രഖ്യാപിച്ചത് 5 മണിക്ക് ഈ മനുഷ്യച്ചങ്ങലയിൽ പ്രതിജ്ഞയെടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ 5 മണിയിലേക്ക് കടക്കുകയാണ്. ഈ ചങ്ങലയിൽ അണിചേർന്ന മുഴുവൻ ആളുകളും കൈകൾ കോർത്ത് ഈ പ്രതിജ്ഞയുടെ ഭാഗമാവണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.
പ്രതിജ്ഞ ആരംഭിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈകൾ ചേർത്ത് ഉയർത്തിപ്പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതിജ്ഞ. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ണുചേരുന്നു. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ. ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത്. ഈ ക്രൂരതയുടെ ദുരന്ത ഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. RSSന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം. അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിഷേധിക്കുകയാണ്. ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വരെ അനുവദിക്കപ്പെട്ട വിഹിതം പിടിച്ചു വെക്കുകയാണ്. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയിരിക്കുന്നു. കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ബദൽ പദ്ധതിയായി വിഭാവനം ചെയ്ത സിൽവർ ലൈനിന് അനുമതി നൽകുന്നില്ല. ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു. രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല. കാർഷിക വ്യാവസായിക മേഖലയിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. 10 വർഷത്തെ BJP ഭരണം 100 വർഷത്തേക്ക് പിറകോട്ടാണ് രാജ്യത്തെ എത്തിച്ചത്. ഇനിയും ഈ നില തുടർന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ്. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് തകരുന്നത്. ഇതിനെതിരായ സമരമുന്നണിയിൽ അണിചേരുക എന്നത് നീതിബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ കർത്തവ്യവും കടമയുമാണ്. പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്, മനുഷ്യച്ചങ്ങല സിന്ദാബാദ്. പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല. ഓരോ ഇഞ്ചും പൊരുതി പൊരുതി സഖാക്കളെ നാം മുന്നോട്ട്. കേന്ദ്ര ഭരണം തുലയട്ടെ, മോഡി ഭരണം തുലയട്ടെ. ഇൻകുലാബ് 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 സിന്ദാബാദ്. ഈ പൊതുയോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷിജു ഖാനോട് അഭ്യർത്ഥിക്കുന്നു. യോഗത്തിനെത്തിയ മുഴുവൻ സഖാക്കളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന കസേനകളിൽ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന മനുഷ്യച്ചങ്ങല ഇന്ത്യയിലെ യുവജനങ്ങളുടെ
അവകാശ പോരാട്ട ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ഒരധ്യായമായി മാറുകയാണ്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമന നിരോധനത്തിനും റെയിൽ യാത്രാ ദുരിതത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ മനുഷ്യച്ചങ്ങല വിഭാവന ചെയ്യുമ്പോൾ അതൊരു മനുഷ്യ മതിലും മനുഷ്യക്കോട്ടയുമായി മാറും വിധം ബഹുജനങ്ങളുടെയും യുവജനങ്ങളുടെയും വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വരും കാലത്ത് ഏറ്റെടുക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്കുള്ള പ്രചോദനം കൂടിയായി ഇത് മാറും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ ചങ്ങലയുടെ ഭാഗമായി കാസർഗോഡ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് എ റഹിമിൽ തുടങ്ങി തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ പ്രഥമ പ്രസിഡന്റ് സഖാവ് ഇ ജയരാജൻ അവസാന കണ്ണിയായ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായ ഈ പൊതുയോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ സഖാവ് വി വസീഫാണ്. സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരള സംസ്ഥാന സെക്രട്ടറിയും ഡിവൈഎഫ്ഐയെ കേരളത്തിൽ വളർത്തിയെടുക്കുന്നതിൽ നിർണായക നേതൃത്വമായി മാറിയ ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററാണ്. MV ഗോവിന്ദൻ മാഷിനെ മനുഷ്യച്ചങ്ങലയുടെ ഈ പൊതുയോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രഥമ പ്രസിഡന്റ് സഖാവ് ഇ ജയരാജനാണ് അവസാന കണ്ണിയായി ഇവിടെ അണിചേർന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റും CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സഖാവ് ഇ ജയരാജനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഈ രാജ്യത്തെ യുവജന പോരാട്ടങ്ങളെ ആകെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് സഖാവ് ഹിമാങ്കന രാജ് ഭട്ടാചാര്യയെ ഏറെ ആവേശത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് MA ബേബി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സഖാവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിലെ പൊരുതുന്ന വിപ്ലവ ബഹുജന പ്രസ്ഥാനത്തിന്റെ CPIM-ന്റെ സമാരാധ്യനായ നേതാവ് സഖാവ് S രാമചന്ദ്രൻ പിള്ള ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷ പുരോഗമന മതേതര പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ ആവേശകരമായ ശബ്ദം കേരള കോൺഗ്രസ് മാണി സംസ്ഥാന നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ ജോസ് കെ മാണി അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ മുൻ പ്രസിഡന്റും 1987 മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമ്പോൾ അതിനാകെ നേതൃത്വം കൊടുത്ത സഖാവ് M വിജയകുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ആനാവൂർ നാഗപ്പൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. SFIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും ലോകസഭ അംഗവുമായിരുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PK ബിജു ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. മനുഷ്യ ചങ്ങലയ്ക്കു വേണ്ടി കേരളത്തിൽ കഴിഞ്ഞ 1.5 മാസം നീണ്ടുനിന്ന പ്രചരണ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്ത് 20 ലക്ഷം പേർ അണിനിരന്ന ഈ മനുഷ്യ ചങ്ങല വിജയിപ്പിക്കാൻ നമുക്കെല്ലാം നേതൃത്വം നൽകിയ ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായ സഖാവ് VK സനോജിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മനുഷ്യ ചങ്ങല വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കാകെ പിന്തുണയും പ്രചോദനവുമായിരുന്ന CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് V ജോയ് MLA ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ മലയാളികളുടെ അഭിമാനമായ കലാകാരൻ, ചലച്ചിത്ര നടൻ, എഴുത്തുകാരൻ ശ്രീ മധുപാൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
എഴുത്തുകാരനും വിപ്ലവ കവിതകളിലൂടെ മലയാളിയുടെ ഹൃദയത്തെ സ്വാധീനിച്ച നമ്മുടെ പ്രിയങ്കരനായ കവി മുരുകൻ കാട്ടാക്കട ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും തിരുവനന്തപുരത്തെ യുവജന പോരാളികൾക്ക് ആവേശവുമായ സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ കവി ഗിരീഷ് പുലിയൂർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വാക്കുകളെ പൂക്കളാക്കുന്ന ഉജ്ജ്വല വാഗ്മി പ്രിയങ്കരനായ GS പ്രദീപിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ മുൻ കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ സംസ്ഥാന ട്രഷററുമായ സഖാവ് K. സുൽകുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന ട്രഷററും ലൈബ്രറി കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിയുമായ സഖാവ് VK മധുവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവൈഎഫ്ഐയുടെ ഭാഗം തന്നെയായ നമ്മുടെ പ്രിയങ്കരിയായ മേയർ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ആര്യ രാജേന്ദ്രനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1987 മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമ്പോൾ ഈ ജില്ലയിലെ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാക്കൾ KC വിക്രമനും സഖാവ് ചെറ്റച്ചൽ സഹദേവനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സഖാക്കളെ സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഏറെ പ്രചോദനമായി നമുക്കൊപ്പം നിൽക്കുന്ന AIYFന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് ജയനും ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ നമുക്ക് പിന്തുണയുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് പുഷ്പലത ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. ഒട്ടേറെ പ്രമുഖരായ നേതാക്കന്മാർ ഇനിയും ഈ യോഗത്തിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, നമ്മുടെ പ്രിയങ്കരനായ MLA സഖാവ് VK പ്രശാന്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പേരെടുത്തു പറയേണ്ട ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഡിവൈഎഫ്ഐ ഒരു മനുഷ്യച്ചങ്ങലയുമായി കേരളത്തിലെ ജനങ്ങളെ ചേർത്തു നിർത്താൻ തീരുമാനിച്ചത് ഈ കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ആകെ താറുമാറാക്കുന്ന തരത്തിൽ, മുന്നോട്ടുള്ള പോക്കിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വരുന്ന സമയത്താണ് ഇങ്ങനൊരു ആലോചനക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുന്നത്. 3 മുദ്രാവാക്യങ്ങളാണ് ഡിവൈഎഫ്ഐ ഈ ചങ്ങലയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. 1, ഇന്ത്യൻ റെയിൽവേ കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണ്. കടുത്ത അവഗണനയെക്കുറിച്ച് ഞങ്ങൾ നിരന്തരമായി ഈ രാജ്യത്തെ അധികാരികൾക്ക് മുമ്പിൽ സമരത്തിലൂടെയും നിവേദനങ്ങളിലൂടെയും ഒക്കെ സൂചിപ്പിച്ചതാണ്. നിരവധി സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ അല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ ഈ യാത്രാ പ്രശ്നം, ഈ പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യുന്നവരുടെ ഈ പ്രയാസം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ, അധികാരികൾക്ക് മുമ്പിൽ പറയാൻ മറ്റൊരു സംഘടനയും തയ്യാറായിട്ടില്ല. ഞങ്ങൾ രണ്ടാമതായി ഉയർത്തുന്ന മുദ്രാവാക്യം നിയമന നിരോധനത്തിനെതിരെയാണ്. ഇന്ന് മനോരമയിൽ ഒരു വാർത്ത കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഇന്ത്യയിലെ UPSC പുറത്തുവിട്ട കണക്കാണ്. രാജ്യത്താകെ നിയമനം കൊടുത്തതിൽ കേരളമാണ് മുൻപന്തിയിൽ എന്നുള്ളത്. 9ാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി മനോരമ ഈ വാർത്ത കൊടുത്തപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. രാജ്യത്ത് UPSC നോക്കുകുത്തിയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 2925 നിയമനങ്ങൾ മാത്രമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. കേരളത്തിലാണ് ഒഴിവ് വരുന്ന തസ്തികകളിൽ പരീക്ഷ നടത്തി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം കൊടുക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെ ഒരു രീതിയില്ല എന്ന് തന്നെ പറയാം. രാജ്യത്ത്
റെയിൽവേയിൽ 4 ലക്ഷത്തോളം വേക്കൻസി ഉണ്ട് എന്ന് പാർലമെന്റിനകത്ത് പറയുന്ന സാഹചര്യം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം നിയമന നിരോധനമാണ്. ഇവിടെ ഇരിക്കുന്ന ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ വി ശിവദാസനും എ റഹീമും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടികളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. ഈ രാജ്യത്ത് നിയമന നിരോധനമാണ്. ഇതാണ് ഞങ്ങളുടെ ഈ സമരത്തിന്റെ രണ്ടാമത്തെ മുദ്രാവാക്യമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മൂന്നാമത്തെ മുദ്രാവാക്യമായി ഈ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന വികസനത്തിന്, നമ്മുടെ സേവന പ്രവർത്തനത്തിനെല്ലാം പണം കൊടുക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെയാണ്. ഇങ്ങനെ 3 മുദ്രാവാക്യങ്ങൾ ഉയർത്തുമ്പോൾ ഇത് ഈ കേരളത്തിന്റെ മുദ്രാവാക്യമായി മാറുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഈ മനുഷ്യ ചങ്ങല പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളിത് യുവജനങ്ങളുടെ ചങ്ങലയാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ ഈ മുദ്രാവാക്യങ്ങൾ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഈ സമൂഹത്തിലെ, കേരളത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ, ജീവനക്കാരുൾപ്പെടെ, മഹിളകൾ, വിദ്യാർത്ഥികൾ, ബാലസംഘം കൂട്ടുകാർ, നാനാ തുറകളിൽപ്പെട്ടവർ ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളോട് ഐക്യദാർഢ്യപ്പെടുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ഈ ചങ്ങല ഒരു വലിയ മനുഷ്യ മതിലായി മാറിയ കാഴ്ചയാണ് ഇന്ന് ഈ കേരളം കണ്ടിരിക്കുന്നത്. ഈ ചങ്ങലയുടെ ഭാഗമായി കേരളത്തിലുടനീളം 3000-ഓളം കാൽനട ജാഥകൾ സംഘടിപ്പിച്ചു DYFI. ഈ തെരുവിലാകെ സ്ട്രൈക്ക് കോർണറുകൾ സ്ഥാപിച്ചു. ഈ മുദ്രാവാക്യങ്ങളെക്കുറിച്ച് ഈ സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രയാസം ഈ സമൂഹത്തോട് പറയാനുള്ളത്, നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഗുണകരമായി നേതൃത്വം കൊടുക്കുകയും സഹായമാകുകയും ഒക്കെ ചെയ്യണം എന്ന് പറയുന്ന മാധ്യമങ്ങൾ, ഈ കേരളത്തിലെടുത്ത സമീപനത്തെക്കുറിച്ച് ചില മാധ്യമങ്ങൾ, എല്ലാവരുമല്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ഇവിടെ ഈ കേരളത്തിന് വേണ്ടി കാസർഗോഡ് എ റഹീം കൈപിടിച്ച് ഇവിടെ സഖാവി EP ജയരാജനിൽ അവസാനിച്ചു നിൽക്കുന്ന ഈ മനുഷ്യമതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ സമൂഹത്തിന്റെ പ്രയാസങ്ങൾക്ക് വേണ്ടി പോരാട്ടം നയിക്കുന്ന ഈ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട യുവജന പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിനും നേതൃത്വ സ്ഥാനത്തിനും വേണ്ടി വ്യാജ ID കാർഡുകൾ പോലും ഉണ്ടാക്കാൻ മടിയില്ലാത്തവരായി ഈ സമൂഹത്തെ ആക്ഷേപിച്ചു നിൽക്കുന്നവർക്ക് ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പരിഗണനയുണ്ടല്ലോ, ആ പരിഗണനയുടെ ഒരു അംശം പോലും, ഒരു ഭാഗം പോലും ഈ കേരളത്തിന്റെ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നതിന്, ഈ കേരളത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത ഈ സമൂഹത്തെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ ഇന്ന് ഇവിടെ ഈ 4 മണി വരെ ഈ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. ഈ 4 മണിക്ക് ശേഷവും ഇവരിൽ പലരും ഞങ്ങളെ ആക്ഷേപിക്കാനും ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എന്തോ പ്രയാസമുള്ള മുദ്രാവാക്യങ്ങളാകുന്ന തരത്തിലേക്ക് ആക്ഷേപഹാസ്യങ്ങൾക്ക് ഇടം കൊടുക്കുന്നവരായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറുക. ലോകം വലതുപക്ഷത്തിന് പുറകെ പോകുമ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഈ രാജ്യത്തും വലിയ സ്വാധീനമുണ്ടാകും എന്ന് കരുതുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ സ്വാധീനം ഉറപ്പിക്കാൻ അവരോടൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് ഈ കേരളത്തിലെ മാധ്യമങ്ങളും മാറുന്ന, ചില മാധ്യമങ്ങളും മാറുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചകൾ കാണുകയാണ്. ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേയുള്ളൂ. ഞങ്ങൾ ഈ സമരം ഈ കേരളത്തിന് വേണ്ടിയാണ് ഏറ്റെടുത്തത്. വരുന്ന 8-ാം തീയതി കേരളത്തിലെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഈ രാജ്യത്തിന് മുമ്പിൽ സമരം ചെയ്യുകയാണ്. രാജ്യം ഭരിക്കുന്ന സംഘപരിവാരത്തിനെതിരെ വലിയ പോരാട്ടമായി മാറുകയാണ്. ആ പോരാട്ടത്തിലും DYFI ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഈ കേരളത്തെയാകെ, കേരളത്തിലെ യുവജനങ്ങളെയാകെ ഈ കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ മുദ്രാവാക്യത്തിന് പിന്നിൽ അണിനിരത്താൻ വേണ്ടിയാണ് DYFI പരിശ്രമിച്ചത്. ഇതൊരു മഹാവിജയമാക്കി മാറ്റിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ മുൻകാലത്ത് DYFIക്ക് എല്ലാ ദിശാബോധവും നൽകി കരുത്തുറ്റ നേതൃത്വമായി മാറിയ, ഇപ്പോ പുരോഗമന പ്രസ്ഥാനത്തെ ഏറ്റവും കരുത്തുറ്റ രീതിയിൽ നയിക്കുന്ന കേരളത്തിന്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള ഗോവിന്ദ മാസ്റ്ററെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ
സഖാവ് വസീഫ്, പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഖാവ് പി ജയരാജൻ, സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് SRP, സഖാവ് MA ബേബി ഉൾപ്പെടെയുള്ള സമാരാധ്യരായ നേതാക്കളെ, യുവജന സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ സമരചരിത്രത്തിൽ ഇന്ന് ഒരു പുതിയ അധ്യായം ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരത്ത് രാജഭവന് മുമ്പ് വരെ റഹീമിൽ നിന്ന് ആരംഭിച്ച് സഖാവ് പി ജയരാജനിൽ അവസാനിച്ച അണമുറിയാത്ത ഈ മനുഷ്യ ചങ്ങല പല സ്ഥലത്തും മനുഷ്യ ചങ്ങലയല്ല, മനുഷ്യ മതിലായി, കോട്ടയായി, ഒരു ഉജ്ജ്വലമായ ഒരു സമരം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ളൊരു ജനകീയ ശക്തിയായി ഇവിടെ ഓരോ മേഖലയിലും സമാപിക്കുകയാണ്. DYFI ഉയർത്തിയ മുദ്രാവാക്യം സംബന്ധിച്ചെല്ലാം അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രാസംഗികൻ എന്ന നിലയിലുമൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ആ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, ഇവിടെ പ്രമുഖരായ നേതാക്കൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഈ രാജ്ഭവൻ്റെ മുമ്പിൽ ഒത്തുചേർന്ന ഈ മനുഷ്യ ചങ്ങലയ്ക്ക് ശേഷമുള്ള ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുകയാണ്. DYFI തീരുമാനമെടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താൻ തീരുമാനിച്ചതാണ് ഈ മനുഷ്യ ചങ്ങല തീർക്കാനുള്ള സമരം. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലുള്ള മുഴുവൻ വർഗ ഭോജന പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം ഒറ്റക്കെട്ടായി DYFI ആഹ്വാനം ചെയ്ത മനുഷ്യ ചങ്ങലയിൽ ഞങ്ങളും അണിചേരുമെന്ന പ്രഖ്യാപനത്തോടെ അതൊരു ജനകീയ മനുഷ്യ ചങ്ങലയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ ഉയർത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വെല്ലുവിളി, ഇപ്പോൾ കേരളത്തോട് എന്തോ അവഗണന എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തോടുള്ള അവഗണന എന്ന് പറഞ്ഞതിൻ്റെ കൃത്യമായ അർത്ഥം എന്താ? കൃത്യമായ അർത്ഥം ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ നമുക്കാവുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ പറഞ്ഞതാണ്, വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകും. പെൻഷൻ നൽകാനാവുന്നില്ല. ഇപ്പോഴ് നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷനുകളുടെ എല്ലാം തുക ഇപ്പോൾ 1600 അത് വർദ്ധിപ്പിക്കും. കൊല്ലം വർദ്ധിപ്പിക്കാനുള്ള ആലോചനയായിരുന്നു മുമ്പ് നടത്തിയിരുന്നത്, സാധിക്കുന്നില്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വികസനപരമായ നിരവധിയായ പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് ലഭിക്കേണ്ടിയിരിക്കുന്ന ഏതാണ്ട് 64,000 കോടിയുടെ വിഹിതവും അതുപോലെ തന്നെ കുടിശ്ശികയായി കിടക്കുന്ന പണവും ഈ കേരളത്തിന് ലഭിച്ചാൽ ഈ കേരളത്തിൻ്റെ ചിത്രം മാറും. UDFകാർ പറയുന്നത് പോലെ, BJPക്കാർ പറയുന്നത് പോലെ ഈ പ്രയാസമൊന്നും ഈ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിസന്ധിയും ഈ കേരളത്തിലില്ല. മാത്രമല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ വളരെ കരുതലോടുകൂടിയാണ് കേരളം മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ച് ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾ തരില്ല, അങ്ങനെ കേരളം വളരണ്ട, മാനുഷിക പരിഗണനയോടുകൂടി നീതി ആയോഗിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സൂചികയിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളം അങ്ങനെ ഒരു മാതൃകയായി ലോകത്തിൻ്റെ മുമ്പിൽ ഉയരേണ്ടതില്ല എന്ന നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക ഉപരോധവും നമ്മുടെ വളരെ ശ്രദ്ധേയമായ പദ്ധതികൾക്ക് അനുവാദം നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ജനങ്ങൾ തന്നെ തിരിച്ചറിയുകയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ എല്ലാം ചേർന്ന് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ
പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ കേന്ദ്രത്തിലും എത്തിച്ചേർന്നത്. ആ എത്തിച്ചേർന്നവരോട് കേരളം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി സംവേദിച്ചപ്പോൾ ഒരുപാട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പരാതികൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. പരാതികൾ സമർപ്പിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി വരും, കൃത്യമായ നിലപാട് വരും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന അവരുടെ ആവശ്യവും അവരുടെ വിഹുലതയും എല്ലാം ചേർത്ത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എത്തിച്ചിട്ടുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല മുൻഗണനയോടുകൂടി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി ഡിപ്പാർട്ട്മെൻറ്റ് അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരു അപേക്ഷ കൊടുത്തതല്ല, ഒരു പരാതി കൊടുത്തതല്ല. ആ പരാതിക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം കണ്ട് അതിനെല്ലാം കൃത്യമായ മറുപടിയും കൃത്യമായ തീരുമാനവും ഉണ്ടാവത്തക്ക രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ്. ഇതെല്ലാം ഈ ഇന്ത്യയുടെ ജനാധിപത്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ പുതിയ അധ്യായമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ കൃത്യമായിട്ട് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ അധ്യാപകർക്ക്, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് കൊടുക്കേണ്ട ഡി എ കുടിശ്ശികയാണ്, 10-18% കുടിശ്ശികയാണ്. എങ്ങനെയാണ് കൊടുക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 64,000 കോടിയാണ് കേരളത്തിൽ ഒരു കൊല്ലം കിട്ടേണ്ടത്, കിട്ടുന്നില്ല. 1,07,500 കോടി രൂപ ഇതിനകം ഈ കേരളത്തിൽ നഷ്ടമായിട്ടുണ്ട്. 1,07,500 കോടി രൂപയുടെ നഷ്ടം ഈ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിഞ്ഞ 7.5 കൊല്ലക്കാലം കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് മുമ്പോട്ടേക്ക് വെച്ച മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി മുമ്പോട്ടേക്ക് പോകാനുള്ള ശേഷി ഈ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് DYFIയും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സാധാരണ ജനങ്ങളും എല്ലാം കേന്ദ്രത്തെ നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന 8-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും MP മാരും എല്ലാം ഡൽഹി മാർച്ചിലേക്ക് പോവുകയാണ്. മറ്റ് വിവിധ BJP ഏതര ഗവൺമെൻറ്റുകളുടെ മുഖ്യമന്ത്രിമാരോടും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളോടും ഈ വിശാലമായ ഒരു സമരത്തിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോഴെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കത്തെഴുതി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിന് മാത്രം ബാധിക്കുന്നതല്ല. BJP ഏതര ഗവൺമെൻറ്റുകളെ മുഴുവൻ ഈ സാമ്പത്തിക ഉപരോധത്തിൽപ്പെടുത്തി രാഷ്ട്രീയമായി ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതൊന്നൊരു പ്രശ്നമല്ല. വരുന്ന ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രത്തിൻ്റെ തുടർച്ചയിൽ വരുന്ന ഹിന്ദുത്വ അജണ്ടയിലേക്ക് ജനങ്ങളുടെ മനസ്സ്, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ ജനകീയ പ്രശ്നങ്ങളെല്ലാം മറച്ച് നമുക്ക്, അതായത് BJPക്ക് ഹിന്ദുത്വ അജണ്ടയിലൂടെ ഈ രാഷ്ട്രത്തെ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ, ഈ ഭരണഘടനയെ, അതുപോലെ ഫെഡറൽ സംവിധാനത്തെ എല്ലാം തകർത്ത് ഒരു പുതിയ രാജ്യം, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ, നമ്മളെല്ലാം വളരെ ഗൗരവത്തോടുകൂടി കാണുന്നത് പോലെ ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് അവരെന്ന കാര്യം നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. ഇതിനെല്ലാം എതിരായിട്ട് ജനകീയ പ്രസ്ഥാനം തന്നെയാണ് വഴി. വർഗീയവൽക്കരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് ഒപ്പം തന്നെയാണ് കേരളത്തിലെ നമുക്കെല്ലാം അറിയുന്ന പ്രതിപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന UDF ഉള്ളത്. UDFിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഉള്ളത്. അവരോട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എന്ന രീതിയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു. അവരോട് പറഞ്ഞു, കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണന എണ്ണി ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർക്ക് ഈ അവഗണന ഇല്ല എന്ന് പറയാൻ സാധിച്ചില്ല. അവഗണന ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു. ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞത്, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. പ്രതിപക്ഷ നേതാവുമുണ്ട്, ഉപനേതാവുമുണ്ട്. അതായത് VD സതീശനുമുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുമുണ്ട്. രണ്ടാളും കൂടി ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നാണ്. പത്രത്തിൽ വാർത്ത വന്നു, അവർ ഓൺലൈനിലായിട്ട് ഇവരുടെ യോഗം ചേർന്നത്രേ. യോഗം ചേർന്നതിന് ശേഷം അവർ തീരുമാനിച്ചു ആ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞു. ആ ഉത്തരം ഇങ്ങനെയാണ്: നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും അത് മാത്രമല്ല, പിന്നെ കേരളത്തെ പറ്റി പറയുകയാണ്, ഇതിൽ യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് സാധിക്കുന്നതല്ല എന്നാണ്.
കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന, രാഷ്ട്രീയമാണ് പ്രധാനമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത്. UDFൻ്റെ എല്ലാവർക്കും അതേ നിലപാടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ പൊതുവായിട്ട് അവരങ്ങനെയാണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെ ചെറുക്കുന്നതിന് വേണ്ടി പോലും രാഷ്ട്രീയം തടസ്സമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ വിരുദ്ധമായ, അതാണ് ഇതിന് കൃത്യമായ അർത്ഥം, രാഷ്ട്രീയ വിരുദ്ധമായ, ജനവിരുദ്ധമായ നിലപാടാണ് UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJPയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവരുടെ അജണ്ട വളരെ വ്യക്തമാണ്, ഹിന്ദുത്വ അജണ്ടയാണ്. എല്ലാ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഫെഡറൽ സംവിധാനത്തെയും എല്ലാം തകർത്തുകൊണ്ട് ഒരു ഹിന്ദുത്വ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ, അതോടുകൂടി ഇന്ത്യ എന്ന ഇന്നത്തെ നിലയിലുള്ള ഈ രാഷ്ട്രത്തിൻ്റെ എല്ലാ മൗലികമായ കാഴ്ചപ്പാടുകളും മനസ്സിലാക്കി അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് നീങ്ങണമെന്നാണ്. ഭരണഘടന മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാവണമെന്നാണ്. ആ തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത്. ഇതിനെയെല്ലാം പ്രതിരോധിക്കുന്നതിന് എന്താണ് നമ്മുടെ കയ്യിലുള്ള, ജനങ്ങളുടെ കയ്യിലുള്ള ആയുധം? ഒരേ ഒരു ആയുധമാണ്. അത് ജനകീയ പോരാട്ടത്തിൻ്റെ ഭാഗമായി ജനകീയ ശക്തിയെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ സമര പാരമ്പര്യത്തിൽ, ആ സമര പോരാട്ടത്തിൽ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ കേരളത്തിൽ തീർത്ത ഈ മനുഷ്യച്ചങ്ങല, ഈ മനുഷ്യമതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയ്ക്കെതിരായ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാവേണ്ടതില്ല. ആ തലത്തിലേക്ക് മുൻകൈയെടുത്ത് സമര പോരാട്ടങ്ങൾക്ക് ഇറങ്ങിയ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും അതിൻ്റെ അണിചേർന്ന മുഴുവൻ ജനങ്ങളെയും ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരോടെല്ലാമുള്ള കേരളത്തിനാകെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അടുത്തതായി ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് DYFIയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഹിമഗ്നരാജ് ഭട്ടാചാര്യ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇൻവൈറ്റിംഗ് അവർ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഹിമഗ്നരാജ് ഭട്ടാചാര്യ. The president of this meeting, Comrade B. Vasif, our senior leader, respected Comrade S. Ramachandran Pillai, our founder All India President Comrade E.P. Jayarajan, former ex-All India President Comrade M.A. Baby, former All India President Comrade M. Vijay Kumar, and former Kerala State Secretary Comrade M. Govindan, Kerala DYFI State Secretary V.K. Sanuj, and others, Comrade. First of all, I would like to congratulate DYFI Kerala for inviting me to this program. The whole country is witnessing today how the DYFI Kerala is fighting against the BJP government at the center. I am sure your struggle will inspire people of the other state as well. I congratulate all those who participated in this 600-kilometer human chain and those who supported it from outside. I am also sure that the Prime Minister of our country and members, difficult time, the BJP and RSS are responsible for this. You know, there are about 3 million vacancies in the central government departments and their subordinate agencies. On the one hand, the massive implementation of neoliberal policies, and the other hand, the politics of communalism has made the lives of the people of our country is very miserable. I already told you, there is 30 lakh vacancies. There is no recruitment in all those vacant posts, but the BJP government is declaring the vacancies abolished. BJP want to scrap the Manrega, the rural employment scheme,
Therefore, in the last budget, the fund allocation of this scheme has been reduced by 33%. BJP is selling out all the profitable PUCs in the country. We are fighting against all of this. As a part of this struggle, the Kerala LDF government, led by the respected Comrade Pinarayi Vijayan, is showing the way to an alternative across the country. The left political parties and mass organizations like ours are leading the fight against the BJP. In Kerala, recruitment is going on every year. New vacancies are being created, not only in the issue of employment. The Kerala LDF government is shown an alternative against the BJP's policies in all sectors. That is why the Narendra Modi ji is so angry with Kerala. As a result, the BJP has created a situation like financial sanction against the Kerala. Rail services are being ruined here. The people are getting into trouble with this. Lots more happening, you know, all of you know. Even after doing all this, the BJP thought that there would be no protest. But today, the youth of Kerala have shown that this is how the fight against the BJP will be conducted. And the Kerala will show the way. I will not take more time, comrade. This fight will continue. And all of you will strengthen this fight. Now, I conclude by extending my best wishes to you, all of you, once again. Sangha Kale, Lal Salam, Inqilab Zindabad, DYFI Zindabad. അടുത്തതായി ഞങ്ങൾക്കെല്ലാം എല്ലാ വഴികാട്ടിയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്നുകൊണ്ട് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും ഊർജ്ജമായിട്ടുള്ള സീനിയർ പാർട്ടിയുടെ നേരത്തെ PB മെമ്പറായിരുന്ന സഖാവ് SRPയെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ബഹുജന സംഘടനാ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സ്നേഹിതരെ, DYFIയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ മനുഷ്യച്ചങ്ങല പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളെയെല്ലാം ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നിപ്പോൾ DYFI ഉയർത്തിയിരിക്കുന്നത്. കേരളത്തെ ഒരു മൂന്നാംകിട രാജ്യമാക്കി അധപ്പതിപ്പിക്കാൻ വളരെ ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ നിങ്ങളോട് പറഞ്ഞു, സുസ്ഥിര വികസന സൂചിക പരിശോധിച്ചാൽ ഒട്ടനവധി മേഖലകളിൽ കേരളം ഒന്നാം സ്ഥാനത്താണ്. അതുപോലെ അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. പരിശോധിച്ചാൽ ഇന്ത്യയിലെ ശരാശരി ഉപഭോഗ വരുമാനം, ഉപഭോഗ ചെലവ്, ആ ചെലവിൻ്റെ 1.5 ഇരട്ടിയാണ് കേരളത്തിലെ ജനങ്ങളുടെ ശരാശരി വരുമാനം. ആ നിലയിൽ ഒട്ടനവധി മേഖലകളിൽ കേരളം ഒന്നാം സ്ഥാനത്താണ്. അതുകൊണ്ടാണ് കേരളത്തെ ആധുനിക രാജ്യങ്ങളുടെ നിലവാരത്തോടൊപ്പം എത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത്. വരുന്ന 25 കൊല്ലക്കാലത്തിനിടയിൽ കേരളത്തെ ആധുനിക ലോകരാജ്യങ്ങളുടെ നിലവാരത്തോടൊപ്പം എത്താനാവണം. ആ നിലയിൽ ആധുനിക വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരു സന്ദർഭത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് നിയമനങ്ങളാകെ നിഷേധിക്കുന്നു, കേരളത്തിന് സാമ്പത്തികമായ സഹായങ്ങളാകെ നിഷേധിച്ചിരിക്കുന്നു, യാത്രാ സൗകര്യങ്ങളാകെ നിഷേധിച്ചിരിക്കുന്നു, കേരളത്തിൻ്റെ എല്ലാ വളർച്ചയെയും തടയാനുള്ള
സമീപനമാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായ ജനരോഷം വളർത്താനുള്ള പരിപാടിയാണ് DYFI മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരളത്തെ ഒരു മൂന്നാംകിട രാജ്യമാക്കി അധപ്പതിപ്പിക്കുക, അതുപോലെ കേരളത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരത്തെ അട്ടിമറിക്കുക, ഈ രാജ്യത്തിൻ്റെ സമ്പത്താകെ വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുക, അതിനാവശ്യമായ നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള രോഷമാണ് DYFI ഇന്നിപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. വളരെ ശക്തിമത്തായ സമരങ്ങൾ വരുംകാലത്ത് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെയാകെ തടഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് കേരളം നേടിയ നേട്ടങ്ങളെ സംരക്ഷിക്കാനാവൂ, പുതിയ നേട്ടങ്ങൾ കേരളത്തിന് നേടാനാവൂ, ആധുനിക ലോകരാജ്യങ്ങളോടൊപ്പം കേരളത്തിലെ എത്തിക്കാനാവൂ. അതിനുള്ള തുടക്കമെന്ന നിലയിൽ ഈ സമരപരിപാടി സംഘടിപ്പിച്ച DYFIക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. സഖാവ് MA ബേബി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, വളരെ ചുരുക്കി 2 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇന്ന് കേരളീയ യുവത്വം സമരത്തിൻ്റെ ഏകത്വത്തിലേക്ക് കൈകൾ കോർക്കുകയും ഹൃദയങ്ങൾ കോർക്കുകയും ചെയ്ത ഒരു അത്ഭുത പ്രതിഭാസം. എന്നാൽ വടക്ക് തൊട്ട് തെക്ക് വരെ ഈ അണിനിരുന്ന യുവാക്കളും പ്രായം കൊണ്ട് യുവാക്കളല്ലെങ്കിലും ഈ യുവാക്കളുടെ മാതൃകാ സമരത്തോട് ചേർന്നു നിൽക്കാൻ, കൈകോർക്കാൻ തയ്യാറായ മുടി നരച്ചവരും മുടി കൊഴിഞ്ഞവരും ഒക്കെയായ ഞങ്ങളെപ്പോലുള്ളവരും ഒക്കെ ഒരുമിച്ച് നിന്നത് ഈ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ വഴി ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. നമുക്കെല്ലാം കാണാൻ കഴിയുന്ന ദൃശ്യമായ ഒരു കൈകോർക്കലും ഒരുമിച്ച് നിൽക്കലും 651 കിലോമീറ്റർ ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചെങ്കിൽ അദൃശ്യമായ ഒരു ഹൃദയം കോർക്കൽ നടന്നിട്ടുണ്ട്. അത് നമ്മൾ അറിയണം. ഈ പരിപാടിയിൽ നേരിട്ട് ഒരു സ്ഥലത്ത് വന്നു നിന്ന് കൈകോർക്കാൻ ശാരീരികമായ പ്രയാസം കൊണ്ടും മറ്റസൗകര്യങ്ങൾ നിമിത്തവും കഴിയാതെ പോയ ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങളും ഇതോടൊപ്പം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പലർക്കും ആ അനുഭവം ഉണ്ടാവും. കേരളത്തിന് പുറത്തുനിന്ന് പലരും ഫോണിൽ ബന്ധപ്പെട്ടു ആവേശം കൊണ്ട്. മഹാസംഭവമാണ്, പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങൾ മനസ്സുകൊണ്ട് ഈ മനുഷ്യ ചങ്ങലയ്ക്കൊപ്പമുണ്ട് എന്നുള്ള അറിയിപ്പ്. കേരളത്തിന് പുറത്തു നിന്ന്, ഇന്ത്യക്ക് പുറത്തു നിന്ന്, വിദേശത്ത് നിന്ന് കുറച്ചുപേരെത്തിയിട്ടുമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ. ഈ ചരിത്രം നിർമ്മിക്കലിൽ ഞങ്ങൾക്കും ഭൗതികമായി ശാരീരികമായി പങ്കെടുക്കണം എന്ന് തീരുമാനിച്ച് വന്നവരുണ്ട് കുറേ പേർ. പക്ഷെ ഒരുപാട് ലക്ഷങ്ങൾ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ മലയാളികളുണ്ട്. ആ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും നിന്നുകൊണ്ട് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ഈ കേരളീയ സമരയുവത്വം സമരത്വത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി ചേർത്ത പുതിയ അധ്യായത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്ന ഒരു കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത് പറയാനുള്ള കാര്യം, കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായിട്ടുള്ള ഈ സമരം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റ് BJP ഇതര സംസ്ഥാന ഗവൺമെന്റുകളോടും വ്യത്യസ്ത തോതിൽ കാണിക്കുന്ന അവഗണനയുടെ വിഷയം കൂടി ഉന്നയിക്കുന്നുണ്ട്. കേരളമാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത്. എന്തുകൊണ്ട്? വർഗീയതയ്ക്കെതിരായി അംബാനിമാരെയും അദാനിമാരെയും തടിച്ചു കൊഴുപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങൾ പിന്തുടരുന്ന മോഡി അമിത് ഷാ കൂട്ടുകെട്ടിനെതിരായി ഏറ്റവും പ്രത്യക്ഷമായി ഏറ്റവും ശക്തമായി പൊരുതുന്ന സംസ്ഥാനം കേരളമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട വേദികളിൽ നിയമസഭയിൽ ഇവിടെ നിന്ന് UDFന്റെ സഹകരണം കൊണ്ട് ഒരു സീറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് പൂട്ടിച്ചു കേരളം.
അങ്ങനെ മനുഷ്യനെ വർഗീയമായി വിഭജിക്കുന്ന വിഷലിപ്തമായ RSS സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഉജ്ജ്വലമായി പൊരുതുന്ന സംസ്ഥാനം എന്ന വൈരാഗ്യത്തോടുകൂടി കേരളത്തെ തെരഞ്ഞുപിടിച്ച് അവഗണിക്കുകയും സാമ്പത്തികമായി ആക്രമിക്കുകയുമാണ് BJP ഗവൺമെന്റ്. മറ്റ് BJP ഇതര ഗവൺമെന്റുകളെയും ആക്രമിക്കുന്നുണ്ട്. ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുക, ഡൽഹി മുഖ്യമന്ത്രിക്കെതിരായിട്ട് നീക്കങ്ങൾ നടത്തുകയാണ്. അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ. എന്തുകൊണ്ട് ഇവിടെ പരാമർശിക്കപ്പെട്ടു? ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ നിർവചിക്കുന്നത്, ഭരണഘടനയിൽ നിർവചിച്ചിരിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. സംസ്ഥാനങ്ങൾ ചേർന്ന രാഷ്ട്രം. സംസ്ഥാനങ്ങളില്ലെങ്കിൽ എവിടെയാണ് ഇന്ത്യ? ആ സംസ്ഥാനങ്ങളുടെ ന്യായമായ സാമ്പത്തിക അവകാശങ്ങൾക്കും രാഷ്ട്രീയ ഫെഡറൽ അവകാശങ്ങൾക്ക് നേരെയുള്ള ഭരണഘടനാ വിരുദ്ധമായ കയ്യേറ്റങ്ങളാണ്, നിയമലംഘനമാണ്, ഭരണഘടനാ ലംഘനമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് DYFIയുടെ നേതൃത്വത്തിൽ ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ ഈ സമരം മറ്റൊരു രൂപത്തിൽ ഫെബ്രുവരി 8-ാം തീയതി അത്യസാധാരണമായൊരു സമരത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഒരു സംസ്ഥാന ക്യാബിനറ്റും ആ സംസ്ഥാനത്തെ ജനപ്രതിനിധികളും നിയമസഭാംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും ഡൽഹിയിൽ സമരം നടത്താൻ പോവുകയാണ് ഈ ഫെബ്രുവരി 8-ന്. ഒരു പുതിയ അധ്യായം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. കാരണം അത്ര ഹീനമായ ഭരണഘടനാ ലംഘനവും അവഗണനയും നിർലജ്ജം നിസ്സങ്കോചം ഈ BJP ഗവൺമെന്റ് നടത്തുകയാണ്. അതിനെതിരായി DYFI ഇവിടെ നടത്തിയ സമരം കേരളത്തിലെ ജനങ്ങളെല്ലാം പങ്കെടുത്ത സമരമാണ്. DYFI ആണ് മുൻകൈയെടുത്തതെങ്കിലും ഇത് കേരള സമരത്വത്തിന്റെ ഒരു ചരിത്ര പോരാട്ടമായി മാറിയിരിക്കുന്നു. ഡൽഹിയിൽ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് അംഗങ്ങളും പോരാട്ടത്തിന് പോകുമ്പോൾ അതിനു മുമ്പ് അവർ കേരളത്തിലൊരു ചരിത്രം സൃഷ്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്താ അത്? അതും ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടില്ല, ലോകത്തും നടന്നിട്ടില്ല. ഒരു ക്യാബിനറ്റ് ഒന്നടങ്കം ജനങ്ങളിലേക്ക് ചെല്ലുകയാണ്, ഓരോ അസംബ്ലി മണ്ഡലത്തിലും ചെല്ലുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയുന്നു. വേറെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് ചെയ്യാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ. അത് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് ഗവേണൻസ് എന്ന് പറയുന്നത്, ഭരണനിർവഹണം എന്ന് പറയുന്നത് സുതാര്യമാകണം, ജനാധിപത്യപരമാകണം, ജനങ്ങളുമായി ഉറ്റബന്ധം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാകണം എന്നുള്ളതിനും പുതിയൊരു ചരിത്രം എഴുതിക്കൊണ്ട് കേരളം ഉദാഹരണം കാണിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഇതെല്ലാം ഇന്നത്തെ സാധാരണ മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരായ പോരാട്ട ചരിത്രത്തിൽ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് എഴുതി ചേർക്കുന്ന പുതിയ അധ്യായങ്ങളാണ്. കേരളത്തിൽ ഉജ്ജ്വലമായ ഈ ഹൃദയങ്ങൾ കോർത്തുകൊണ്ടുള്ള കേരളത്തിൻ്റെ അവകാശ പോരാട്ടം, ഇന്ത്യൻ ഭരണഘടനാ തത്വങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം, അതിന് മുൻകൈയെടുത്ത DYFIയെ ഒരു പഴയകാല DYFI പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. സ്റ്റേജിൽ നിരവധിയായിട്ടുള്ള പ്രഗത്ഭർ ഇവിടെയുണ്ട്, എല്ലാവരും സംസാരിക്കുന്നില്ല. ഇനി തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മേയർ, ഞങ്ങളുടെ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള മേയർ സംസാരിക്കും. അതിനുവേണ്ടി മേയറെ ഏറെ സ്നേഹത്തോടെ മേയറാരിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, DYFI സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് വസീഫ്, ഇന്നത്തെ ഈ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്ത പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതാവും DYFIയുടെ മുൻ നേതാവും കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ സഖാവ് ഗോവിന്ദമാഷ്, വേദിയിലുള്ള പൊതുപ്രസ്ഥാനത്തിൻ്റെയും നമ്മുടെ ഏവരുടെയും ബഹുമാന്യരായ നേതാക്കൾ ശ്രീ SRP അടക്കം, ബഹുമാന്യനായ സഖാവ് MA ബേബി അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട
ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് അടക്കം വേദിയിലുള്ള സഖാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് തീരുമാനിച്ചത്. എനിക്ക് മുൻപ് സംസാരിച്ച സഖാക്കളെല്ലാം സൂചിപ്പിച്ചതുപോലെ മനുഷ്യച്ചങ്ങല മനുഷ്യ മതിലായി മാറിയ ചരിത്ര നിമിഷത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇക്കാലഘട്ടത്തിൽ പ്രസക്തമായ 3 മുദ്രാവാക്യങ്ങൾ, ഏറ്റവും പ്രധാനമായ 3 മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഇത്തരമൊരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്ന, വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ പ്രാധാന്യം നൽകുന്ന കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ സാമ്പത്തിക ഉപരോധം കൊണ്ടുവന്ന് അവിടുത്തെ ജനങ്ങളെയും സർക്കാരിനെയും തമ്മിൽ തെറ്റിക്കുന്നതിനു വേണ്ടി, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി ഇവിടുത്തെ ഭരണത്തെ പോലും പ്രയാസത്തിലാക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 7 വർഷം കൊണ്ട് ഏതാണ്ട് 10 വർഷത്തിലേക്ക് എത്തുമ്പോൾ, 5 വർഷം കഴിഞ്ഞ ഭരണകാലത്തും ഈ ഭരണകാലത്തുമായി 10 വർഷത്തോളം എത്തുമ്പോൾ വലിയ കടുത്ത സാമ്പത്തിക പ്രയാസം കേരളത്തിൽ സൃഷ്ടിക്കുക, ഒരു തുടർഭരണം ലഭിച്ച സാഹചര്യത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണത്തെ തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്കുള്ള സാമ്പത്തിക ഉപരോധം കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതുപോലെ തന്നെ ഇന്ന് സംസ്ഥാന വ്യാപകമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി നാം അണിനിരത്തിയ മറ്റൊരു വിഷയം തൊഴിലില്ലായ്മ തന്നെയാണ്. ഈ ഭരണകാലത്ത് തന്നെയാണ് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തേണ്ട, തൊഴിൽ മേഖലകൾ കണ്ടെത്തേണ്ട പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം വിറ്റഴിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് നൽകിക്കൊണ്ട് നിലവിലെ തൊഴിൽ സാധ്യതകൾ കൂടി അടച്ചെടുത്തുകൊണ്ട് ഇവിടുത്തെ യുവജനങ്ങൾക്കും അഭ്യസ്തവിദ്യർക്കും തൊഴിലില്ലായ്മയുടെ കടുത്ത പ്രയാസം അനുഭവിക്കുന്നതിലേക്ക് തള്ളിവിടുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. 25,000-ൽ പരം ചെറുപ്പക്കാർ തൊഴിലില്ലായ്മ കാരണം മരണപ്പെടുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്ന സത്യാവസ്ഥ നമ്മളെല്ലാവരും കാണുകയാണ്, നമ്മൾ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് റെയിൽവേ മേഖലയിലെ അവഗണന എന്ന് പറയുന്നത്. സദേൺ ഇന്ത്യയിലേക്ക്, സദേൺ സ്റ്റേറ്റുകളിലെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിലെ സംസ്ഥാനങ്ങളോടെല്ലാം കടുത്ത അവഗണന നടത്തുന്നതായി രാജ്യസഭയിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യസഭയിലും ലോകസഭയിലുമായി നമ്മുടെ എംപിമാർ സംസാരിക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാനിടയായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങളെയും പ്രയാസത്തിലാക്കുക എന്നതിനപ്പുറം ഏറ്റവും പ്രധാനമായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മേഖല, ജനങ്ങളുടെ യാത്രാ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാത്തവരായി കേന്ദ്ര സർക്കാർ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കാലഘട്ടത്തിലാണ് കേരളത്തിലെന്നല്ല രാജ്യത്തെന്നല്ല എവിടെയും മറ്റൊരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിനും മറ്റൊരു പ്രസ്ഥാനത്തിനും ഏറ്റെടുക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചത്. 87-ലെ മനുഷ്യച്ചങ്ങലയ്ക്ക് ശേഷം ഏതാണ്ട് 37 വർഷങ്ങൾ പിന്നിടുമ്പോൾ ചരിത്രത്തിന്റെ ഇടത്ത് പിടിച്ചുകൊണ്ട്, ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ട് ഈ മനുഷ്യച്ചങ്ങല ആ ചരിത്രത്തിന്റെ ഇടം പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ തന്നെ മനുഷ്യച്ചങ്ങലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഇവിടെ ബഹുജനങ്ങളാകെ പങ്കെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം മാത്രമാണ് ഡിവൈഎഫ്ഐക്ക് ഈ കാലഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് കേരളത്തിന് നൽകേണ്ട പണമായാലും റെയിൽവേ മേഖലയിലെ മുന്നേറ്റമായിരുന്നാലും തൊഴിൽ മേഖലയായിരുന്നാലും കേരളത്തിന് നൽകേണ്ട ഔദാര്യമല്ല, കേരളത്തിനോടും അത്തരം സംസ്ഥാനങ്ങളോടുമുള്ള അവകാശമാണ്. ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഭാഗമായി നിൽക്കുന്ന നമുക്ക് ഏവർക്കും സാധിക്കണമെന്ന് മാത്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗമായി, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്ത ക്യാമ്പയിന്റെ ഭാഗമായി വളരെയധികം നല്ല പ്രതികരണം ഓരോ ക്യാമ്പയിന്റെ ഭാഗമായി, ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകളിൽ, പൊതു ഇടങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത്, ലഘുലേഖ വിതരണം ചെയ്യുന്ന സമയത്ത് നമ്മളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകൾ, എഴുത്തുകാർ, സിനിമാ മേഖലയിലുള്ളവർ, ചിന്തകർ അടക്കം എല്ലാ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ, സാധാരണക്കാരായ ജനങ്ങൾ, തൊഴിലാളികൾ, അങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അടുത്തതായി GS പ്രദീപ് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. അവഗണിക്കപ്പെടുകയും അകറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിനോട്
നിശബ്ദരായിരിക്കുകയല്ല വേണ്ടത് എന്ന് ആവശ്യപ്പെടുന്ന ആത്മസംവാദം കലർന്ന പുരോഗമന പ്രവർത്തനമാണ് സംസ്കാരം. അതുകൊണ്ട് തന്നെ മാറ്റി നിർത്തപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ ദൂരതീരത്തിലേക്ക് ഒരു സംസ്ഥാനത്തെ ജനതയെ ഒന്നാകെ മാറ്റി നിർത്തുമ്പോൾ കൃത്യമായ പ്രതികരണം ഉന്നയിക്കുക എന്നത് ഏത് സാംസ്കാരിക പ്രവർത്തകൻ്റെയും ആത്യന്തികമായ ലക്ഷ്യമോ നിർവചനമോ ആണ്. വല്ലാതെ വ്യത്യസ്തമായ മുഖങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു രാജ്യത്തിൻ്റെ നടുവിൽ വെയിലത്ത് നിർത്തുകയും പനി പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നാടായി കേരളത്തിനെ മാറ്റുവാനുള്ള കേന്ദ്രഭരണത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ മനസ്സിൽ യുവത്വം സൂക്ഷിക്കുന്ന, ഹൃദയം നരച്ചു പോകാത്ത സർവ്വ മലയാളികളും ഒരുമിച്ചു ചേരുന്ന ഒരു സമരത്തിൻ്റെ, സമരസപ്പെടാത്ത ഒരു സങ്കരത്തിൻ്റെ ഒത്ത നടുവിലാണ് ഈ വൈകുന്നേരം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച് കൃത്യമായ നിർവചനത്തിൽ പറയുകയാണ് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ രാജ്ഭവൻ്റെ മുന്നിൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യ മഹാസംഗമമാണ് ഇവിടെ നടക്കുന്നത്. പാർലമെന്റ് മന്ദിരം ആധ്യാത്മിക ചടങ്ങായി ആരംഭിക്കുകയും ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം രാഷ്ട്രീയ ചടങ്ങായി മാറുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിൽ ക്രമസമാധാന നില പാലിക്കാൻ വീടുകളുടെ പടിക്കൽ തൊഴിലില്ലാത്ത യുവാക്കൾ കടിക്കും സൂക്ഷിക്കുക എന്ന് താക്കീത് എഴുതി വയ്ക്കുവാൻ നിർബന്ധിതമാകുന്ന ഒരു രാജ്യത്തിൻ്റെ ആസുരാവസ്ഥയിൽ അവസാനത്തെ ശബ്ദവും ഉപയോഗിച്ച് ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി തങ്ങളുടെ അസ്തിത്വത്തിൻ്റെ, നിലനിൽപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ മുഖത്ത് ഒരു വലിയ യുവസമൂഹം ശക്തമായ പ്രതികരണത്തിൻ്റെ മിന്നൽ പിണറുകൾ മുഴക്കുന്ന ഒരു സമരമാണിത്. ഈ സമരത്തിന് മറ്റ് ചില കൃത്യമായ അടയാളപ്പെടുത്തലുകൾ കൂടിയുണ്ട്. അത് വരാനിരിക്കുന്നതിലേക്കുള്ള വഴികാട്ടലുകളാണ് പല സമരങ്ങളും എന്ന ഓർമ്മപ്പെടലാണ്. നിയമന നിരോധനത്തിനെതിരെയോ റെയിൽവേ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കും എതിരെയോ സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ വല്ലാതെ കണ്ട് വരിഞ്ഞു മുറുക്കുന്നതിനെതിരെയോ മാത്രമല്ല, ലോകത്തിൻ്റെ മുന്നിൽ പലപ്പോഴും മാതൃകയായി നിലനിൽക്കുന്ന കേരളം എന്ന നാടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാതെ ചൂളിപ്പോകുന്ന ചില മനസ്സുകൾക്ക് കേരളത്തിനോട് തോന്നുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ കൂടിയാണ് ഈ സമരം. ദളിതനോ മുസ്ലിമോ ആയതുകൊണ്ട് സ്വന്തം ഭർത്താവിൻ്റെ ശവശരീരം തലയിൽ, ശിരസിൽ ഭാരമായി ചുമന്ന് ചാണക വറളികൾ കരിഞ്ഞ പാടത്ത് കാതങ്ങളോളം ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുന്ന ഉത്തരേന്ത്യയിലെ സ്ത്രീയല്ല ജാതി മത വർഗരഹിതമായ മാനവികതയെ അടിയുറപ്പിക്കുന്ന കേരളം എന്ന ഈ നാട്ടിലുള്ളത് എന്ന വെളിപാടിൽ തന്നെ വല്ലാതെ അസ്വസ്ഥരോ അസഹിഷ്ണുക്കളോ ആകുന്നവരോടുള്ള വെല്ലുവിളിയുടേതാണ്. അതുകൊണ്ടാണ് കേരളീയമായ ഇത്തരം ഏത് സമരങ്ങൾക്കും കൃത്യമായ രാഷ്ട്രീയ അല്ലെങ്കിൽ സംഘടനാ നിർവചനങ്ങൾക്കപ്പുറത്ത് മാനവികതയാണ് സംസ്കാരമെന്ന് കരുതുന്ന സർവ്വ മനുഷ്യരും ഒരുമിച്ച് ചേരുന്നത്. ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാടിൻ്റെ ഒസ്യത്തിൻ്റെ ഉടമ ജനതയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ ബോധ്യവും അടയാളപ്പെടലും കേരളത്തിലുണ്ട് എന്നതാണ്. ഭാരതം എന്ന ഈ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രിയാമ്പിളിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നെഴുതി ആരംഭിച്ച ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ സമയത്ത് ഹരി വിഷ്ണു കാമത്ത് എന്ന HV കാമത്ത് ആവശ്യപ്പെട്ടു ഇൻ ദ നെയിം ഓഫ് ദ ഗോഡ് എന്ന് എഴുതണം എന്ന്. പാടില്ല എന്ന് അംബേദ്കറും. വോട്ടിനിട്ടപ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിന് ദൈവത്തിനെ മനുഷ്യൻ തോൽപ്പിച്ച ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു സായാഹ്ന സമരത്തിൻ്റെ ഒത്ത നടുവിൽ ഇതിൽ പങ്കാളികളായ സർവ്വ മനുഷ്യരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നേരുകളുടെ നടുവിൽ നിന്ന് പുരോഗമന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സാംസ്കാരിക കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്തുള്ള ഒരു എളിയ വ്യക്തി എന്നുള്ള നിലയിൽ ഈ കൂടിയ എല്ലാ സാംസ്കാരിക പ്രവർത്തകരുടെയും പേരിലുള്ള ഐക്യദാർഢ്യം അറിയിക്കട്ടെ. നന്ദി. കവി ഗിരീഷ് പുലിയൂർ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും.
പൂർവസൂര്യനാമെൻ്റെ പിതാവിൻ്റെ മാറിടം പിളർന്നൂറ്റിയ ചോരയിൽ വിരലുമുക്കി നിന്നെറ്റിയിൽ തൊട്ടു ചോദിപ്പു ഞാൻ, എവിടെ എൻ്റെ അശോകന്റെ ഭാരതം? എവിടെയാണ് എൻ്റെ അക്ബറിൻ ഭാരതം? എവിടെ എൻ്റെ മതേതര ഭാരതം? കൂരിരുൾ കൊടുങ്കാറ്റിൽ വിളക്കുകൾ കെട്ടുപോയോ രമാവാസി രാത്രിയിൽ, താഴികക്കുടം വീണുടഞ്ഞാരുടെ മസ്തകം തലച്ചോറു തുപ്പുന്നു. കൈകളെങ്ങോട്ടു നീട്ടിയാലും കരിങ്കല്ലെടുപ്പുകൾ, ചങ്ങലപ്പൂട്ടുകൾ, കണ്ണുനീരിൻ കയങ്ങൾ, കലാപങ്ങൾ, എണ്ണിയാലും ഒടുങ്ങാത്ത തെറ്റുകൾ. പാതിവെന്ത് ബോധം കെട്ടു ഭാരതം നടുങ്ങുന്നു ദിഗന്തരം. മണിമുഴക്കം വരും ദുരന്തത്തിൻ്റെ വെടിമുഴക്കം, പുകയുന്നു ഭാരതം. നഷ്ടമാവുന്നു നിദ്രയും സ്വപ്നവും, കത്തിരാവുന്നു റാമും റഹീമും. പൂർവസൂര്യനാമെൻ്റെ പിതാവിൻ്റെ മാറിടം പിളർന്നൂറ്റിയ ചോരയിൽ വിരലുമുക്കി മോദിജി നിന്റെ നെറ്റിയിൽ തൊട്ട് ചോദിപ്പു ഞാൻ, എവിടെ എൻ്റെ അശോകന്റെ ഭാരതം? എവിടെയാണ് എൻ്റെ അക്ബറിൻ ഭാരതം? എവിടെ എൻ്റെ മതേതര ഭാരതം? സരയുവിൻ്റെ തീരങ്ങളിൽ ഇപ്പോഴും തിരയടങ്ങാതിരമ്പുന്ന ഗർജനം. ഒരു വെളിപ്പാടിനപ്പുറം മക്കളെ അരുത് കൊല്ലരുതെന്നൊരു രോദനം. രാജസിംഹാസനത്തിൽ പൊടിയടിഞ്ഞമരി മെതിയടിയും പണ്ടേ നടുവൊടിഞ്ഞ നാം ത്രയ്യംബകം പോൽ പിളർന്ന ഭൂമിയിൽ ചോര വീണ് കലങ്ങുന്ന ഗംഗയിൽ തോണിയാകും കബന്ധങ്ങളും കുടൽമാല ചുറ്റിയ താമരപ്പൂക്കളും. കുടൽമാല ചുറ്റിയ താമരപ്പൂക്കളും നെഞ്ചിലേറ്റ മുറിപ്പാടുകൾ പോലെ നിൽപ്പതാര്? അഭിരാമനോ ഭ്രാന്തനോ? രാമനോ ഭ്രാന്തനോ? പൂർവസൂര്യനാം എൻ്റെ പിതാവിൻ്റെ, എൻ്റെ ബാപ്പുജിയുടെ നെഞ്ചിൽ നിന്ന് വീണ ചോരയിൽ വിരലുമുക്കി നിന്റെ നെറ്റിയിൽ തൊട്ട് മോദിജി, നിന്റെ നെറ്റിയിൽ തൊട്ട് ചോദിപ്പു ഞാൻ, എവിടെ എൻ്റെ അശോകന്റെ ഭാരതം? എവിടെയാണ് എൻ്റെ അക്ബറിൻ ഭാരതം? എവിടെ എൻ്റെ സനാതന ഭാരതം? ഈ ചോദ്യത്തിന് മറുപടി പറയാതെ ഒരു ഭരണാധികാരിക്കും ഇന്ത്യയിൽ നാളെ വരാനിരിക്കുന്ന ചരിത്രത്തിൽ ഇടമുണ്ടാകില്ല. ഇന്ത്യക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് കൊമ്പുണ്ട്. മറ്റ് രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത രീതിയിലുള്ള മതേതരത്തിന്റെ കൊമ്പ്, മതനിരപേക്ഷമായ സമീപനത്തിന്റെ കൊമ്പ്, അതാണ് ഇന്ത്യയുടെ കൊമ്പ്, അതാണ് ഭാരതത്തിന്റെ കൊമ്പ്. ഇന്ത്യയെയും ഭാരതത്തെയും രണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ആ കൊമ്പ് കൊണ്ട് മുറിവേൽക്കും എന്ന് മാത്രം. ഈ മാനത്ത് നിന്ന് പൊഴിയുന്ന നമ്മുടെ ധീര രക്തസാക്ഷികളുടെ കണ്ണുനീർ കണങ്ങൾ സാക്ഷി നിർത്തി ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, മോദിജി എവിടെ എൻ്റെ അശോകന്റെ ഭാരതം? എവിടെയാണ് എൻ്റെ അക്ബറിൻ ഭാരതം? എവിടെ എൻ്റെ മതേതര ഭാരതം? ഇത് ബാബറി മസ്ജിദ് തകർന്ന് പിറ്റേ വർഷം അതിൻ്റെ ആചരണാർത്ഥം 1993 ഞാൻ എഴുതിയ കവിതയാണ്. ഈ കവിതയുടെ പേര് വന്ദേ മാതരം. 30 വർഷം മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യമാണ് അന്നത്തെ ഭരണാധികാരികളോട്, എവിടെ എൻ്റെ അശോകന്റെ ഭാരതം? എവിടെയാണ് എൻ്റെ അക്ബറിൻ ഭാരതം? എവിടെ എൻ്റെ മതേതര ഭാരതം? ഈ ചോദ്യം നിങ്ങൾ കേട്ടില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കൂ. 30 വർഷമായി ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ലാൽ സലാം. ഈ പൊതുസമ്മേളനം അവസാനിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് അനൂപ് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.
ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയുടെ യോഗ നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടുവരുന്നത്. ഈ യോഗത്തിന് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് വി വസീഫ്, ഈ മനുഷ്യച്ചങ്ങലയുടെ ഈ പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയങ്കരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വി ജോയ് MLA, ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് VK സനോജ്, ഈ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്ത ഏറെ പ്രിയങ്കരനായ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് ഹിമാങ്കന രാജ് ഭട്ടാചാര്യ, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷിജു ഖാൻ, തിരുവനന്തപുരം നഗരസഭാ മേയർ സഖാവ് ആര്യ രാജേന്ദ്രൻ, ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന ട്രഷറർ സഖാവ് KS സുൽകുമാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സഖാവ് S പുഷ്പലത, സഖാവ് KC വിക്രമൻ, മുൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ സഖാവ് VK മധു, ഡിവൈഎഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഏറെ പ്രിയങ്കരനായ കവി മുരുകൻ കാട്ടാക്കട, സഖാവ് ഗിരീഷ് പുലിയൂർ, GS പ്രദീപ്, ഹാബിറ്റാറ്റ് ശങ്കർ, അതുപോലെ തന്നെ ഈ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഏറെ സമാദരണീയരായ ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും മറ്റ് ബഹുജന സംഘടനകളുടെ നേതാക്കൾ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, കഴിഞ്ഞ ഒരു മാസക്കാലം ഈ മനുഷ്യച്ചങ്ങല വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐ സഖാക്കൾ മുഴുവൻ പേർക്കും ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായിട്ടുള്ള ഈ പൊതുസമ്മേളനം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.